പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വളർത്തുപിതാവിൻ്റെ പിന്നാലെ എന്ന ശുശ്രൂഷയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തിരുസഭ വിശുദ്ധ ഔസേപ്പിതാവിനെ കാണുന്നതും പ്രാർത്ഥിക്കുന്നതും കുടുംബങ്ങളുടെ കാവൽക്കാരനായിട്ടാണ്. കുടുംബത്തിൻ്റെ കാവൽക്കാരൻ, തിരുക്കുടുംബത്തിന് കാവലായിട്ട് നിന്നു വിശുദ്ധ ഔസേപ്പിതാവ്. നമ്മൾ വചനത്തിൽ വായിക്കും, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ തിരുവചനങ്ങൾ. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെരോദോസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. വിശുദ്ധ ഔസേപ്പിതാവ് എന്തുകൊണ്ട് കുടുംബത്തിൻ്റെ കാവൽക്കാരനായി? എന്തുകൊണ്ട് തിരുസഭ വിശുദ്ധ ഔസേപ്പിതാവിനെ കുടുംബങ്ങളുടെ കാവൽക്കാരനാക്കുന്നു? എങ്ങനെ നമ്മുടെ കുടുംബത്തിന് കാവൽ ഏർപ്പെടുത്താം? ഈശോ ഒരു കാര്യം പറയുന്നുണ്ട്. ശക്തൻ ഒരു ഭവനത്തിന് കാവൽ നിൽക്കുമ്പോൾ ആ ഭവനത്തെ തൊടാൻ പറ്റിയല്ല. ഒരു പക്ഷേ അവിടെ ബെൽസെബൂലിനെ കുറിച്ച് പറയുന്നിടത്താണ് ശക്തൻ ഒരു ഭവനത്തിന് കാവൽ നിൽക്കുമ്പോൾ എന്ന് ഈശോ പറയുന്നത്. എൻ്റെ ചിന്ത ഇതാണ്, ഒരു പക്ഷേ യേശുവിൻ്റെ മനസ്സിൽ ആ ശക്തൻ, ആ പരിശുദ്ധാത്മാവ് നയിച്ച വ്യക്തി അത് ജോസഫാണ്. ശക്തൻ ഒരു വീടിന് കാവൽ നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്താ ശക്തി? ആ കുടുംബനാഥൻ്റെ ശക്തി എന്തായിരുന്നു? ശക്തൻ ഒരു ഭവനത്തിന് കാവൽ നിൽക്കുമ്പോൾ ഈശോ പറയുന്ന ഒരു വചനമാണത്. പ്രത്യേകിച്ച് ബെൽസെബൂലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈശോ പറയുന്ന ഒരു വചനമാണ് കാവൽ. ഈ തമിഴിൽ പോലീസിന് പറയുന്നത് കാവൽ എന്നാണ്. തമിഴ് പോലീസ് വാഹനത്തിലൊക്കെ നമ്മൾ വായിച്ചാൽ മനസ്സിലാകും, കാവൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. കാവൽ. നമുക്കറിയാം, നമുക്ക് പലതരത്തിലുള്ള പല കാറ്റഗറിയിലുള്ള സെക്യൂരിറ്റി ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ജോസഫ് കുടുംബത്തിൻ്റെ കാവലെന്ന് പറയുമ്പോൾ, ശക്തൻ ഒരു കുടുംബത്തിൻ്റെ കാവലെന്ന് പറയുമ്പോൾ, ഒന്ന്, എങ്ങനെയാണ് ജോസഫ് ദൈവത്തിൻ്റെ ദൈവമാണ് സംരക്ഷിക്കുന്നത്. അപ്പോൾ ജോസഫ് ഒന്നാമത് നമ്മൾ കാണുന്നത്, ഇതാ കുടുംബത്തിന് പ്രശ്നമുണ്ടാകാൻ തുടങ്ങുമ്പോൾ, ആ കുടുംബത്തെ തിന്മ തകർക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന് അത് പറയാൻ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാൾ അവിടെയുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇതാണ് ഒന്നാമത്തെ കാര്യം. ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാൾ അവിടെയുണ്ട്. ദൈവത്തോട് ബന്ധമുള്ള ഒരാൾ അവിടെയുണ്ട്. വിജിലൻ്റായ ഒരാളുണ്ട്. ഈശോ പറഞ്ഞു, നിങ്ങൾ ജാഗരൂകരായിരിക്കണം. ഈ ജാഗരൂകത എന്നത് നമ്മൾ കാണുന്നത് ജോസഫിലാണ്. ഉറങ്ങിക്കിടക്കുമ്പോഴും ജാഗ്രതയാണ്. ജോസഫിൻ്റെ ഉറക്കത്തിൽ പോലും ദൈവത്തിന് കയറി വരാം. ഉറക്കത്തിൽ വന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ ശിശുവിനെയായിട്ട് പോവുക. കണ്ടോ, അതാണ് ഈ പവർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരിക്കൽ നമ്മുടെ കേരളത്തിൽ പ്രധാനമന്ത്രി വന്നു. നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെ ചുറ്റുമുള്ളത് അത്ര ശക്തമായ സെക്യൂരിറ്റി സിസ്റ്റമാണ്. അവിടെ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, അവർ വല്ലതും കാണുന്നുണ്ടോ? ഈ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നടക്കുമ്പോൾ കുറേ പേര് പൂവെടുത്ത് എറിഞ്ഞ കൂട്ടത്തിൽ അറിയാതെ ഒരാളുടെ കയ്യിൽ മൊബൈൽ ഈ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് വരുന്നു. ഈ വളരെ സ്പീഡിൽ നടന്നു പോകുന്ന ഈ സെക്യൂരിറ്റി ഗാർഡ് അടുത്ത സെക്കൻഡിലാണ് അത് തൻ്റെ കാലുകൊണ്ട് തട്ടി അത് വെളിയിലേക്ക് ആ
പരിസരത്ത് വരാതെ നോക്കുന്നത്. അതാണ് ജാഗ്രത എന്ന് പറയുന്നത്. അത്ര കൃത്യമാണ്. എന്ന് വെച്ചാൽ നോട്ടം മുഴുവനും ഈ വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക. കൃത്യമായ നിർദ്ദേശം ഉണ്ടാകും അവർക്ക്. ഇപ്പോൾ പ്രധാനമന്ത്രി ഒരു സ്ഥലത്ത് വരുമ്പോൾ കൃത്യമായ ഇൻ്റലിജൻസ് സിസ്റ്റം, ഈ രാജ്യത്തെ ലോകത്തിലെ നമ്പർ 1 ഇൻ്റലിജൻസ് സിസ്റ്റം അങ്ങേയറ്റം ആക്റ്റീവായിരിക്കും. ഏതെങ്കിലും അന്തരീക്ഷത്തിലോ ആ പരിസരത്ത് കൂടിയോ ഏതെങ്കിലും തരത്തിലുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൃത്യമായി, ഏറ്റവും സൂക്ഷ്മമായിട്ട് പോലും ഒരു ചെറിയ വൈബ്രേഷൻ പിടിച്ചെടുക്കാൻ പറ്റുന്ന പവർഫുള്ളായ ഇൻ്റലിജൻസ് സിസ്റ്റമാണ്, സൈബർ സിസ്റ്റമാണ് ഇന്ത്യക്കുള്ളത്. എന്ന് വെച്ചാൽ അത്ര പവർഫുള്ളാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഓർക്കണം, അവിടെ അന്വേഷണം തുടങ്ങുന്നേ ഉള്ളൂ. ഹെറോദോസ് അന്വേഷണം തുടങ്ങുന്നേ ഉള്ളൂ ശിശു എവിടെയാണെന്നറിയാൻ വേണ്ടി. അതിന് മുമ്പ് തന്നെ എത്ര കൃത്യമായിട്ടാണ് ജോസഫിന് സിഗ്നൽ കിട്ടുന്നത്. ഹെറോദോസ് പട്ടാളത്തിൽ നിന്ന് അയച്ചിട്ടില്ല. ഹെറോദോസ് അയക്കാൻ പ്ലാൻ ഇട്ടിട്ടേ ഉള്ളൂ. അയക്കാൻ ഹെറോദോസിൻ്റെ ബുദ്ധിയിൽ തീരുമാനം വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കുടുംബനാഥന് കൃത്യം സെൻസ് കിട്ടുന്നു, കൃത്യം മെസ്സേജ് കിട്ടുന്നു. അപകടമാണ്. കണ്ടോ, അതാണ് ജാഗ്രത. അതാണ് കുടുംബനാഥനുണ്ടാകേണ്ട ജാഗ്രത. അതാണ് ഒരു കുടുംബനാഥൻ സൂക്ഷിക്കേണ്ട ജാഗ്രത. എന്താണ് അവിടെ വചനം പറയുന്നത്? ഒന്നുകൂടി നമ്മൾ വായിക്കുക. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ പോകാൻ നിൽക്കുക. അവർ പോകണം. കാരണം ഇത് ഇയാളോട് പറയേണ്ട കാര്യമാണ്, ഇത് അവനോട് പറയേണ്ട കാര്യമാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദോസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അന്വേഷണം തുടങ്ങിയിട്ടൊന്നുമില്ല, ഹെറോദോസിൻ്റെ തലയിൽ പോലും ഇല്ല. പക്ഷേ അടുത്ത സെക്കൻഡിൽ, അതിനു മുമ്പ് കണ്ടോ, ഇതാണ് ഈ ജോസഫിനുണ്ടായിരുന്ന ദൈവവുമായിട്ടുള്ള ബന്ധം. ഈ ബന്ധമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബനാഥയ്ക്ക് വേണ്ടത്. പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ പരിഹരിക്കുക എന്നതല്ല, മക്കളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ ധ്യാനകേന്ദ്രത്തിലും പള്ളിയിൽ ഓടുക എന്നതല്ല. അതിനു മുമ്പ് ജാഗ്രത സൂക്ഷിക്കണം. ജാഗ്രത സൂക്ഷിക്കണം. ഈ ജാഗ്രത ഇന്ന് കുടുംബനാഥന് വേണം. ഈ ജാഗ്രത ഇന്ന് സഭയ്ക്ക് വേണം. ഈ ജാഗ്രത ഇന്ന് സഭയെ നയിക്കുന്ന മെത്രാന് വേണം. ആ ജാഗ്രത, ആ കൃത്യം സഭയ്ക്ക് വരാൻ പോകുന്ന കുടുംബത്തിന് വരാൻ പോകുന്ന ആ അപകടം മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, എനിക്ക് ബന്ധമുണ്ടാകണം ദൈവത്തോട്. ഏത് രാത്രിയിലും ഞാൻ കാണിക്കേണ്ട ഒരു ആഭിമുഖ്യമുണ്ട്. ഏത് രാത്രിയിലും ഞാൻ കാണിക്കേണ്ട ഒരു ജാഗ്രതയുണ്ട്. ആ ജാഗ്രതയുടെ പേരാണ് ജോസഫ്. പ്രിയപ്പെട്ടവർ, എത്ര കൃത്യമായിട്ടാണ് ജോസഫിന് നിർദ്ദേശം കിട്ടുന്നത്! എത്ര കൃത്യമായിട്ടാണ് പാതിരാത്രിയിൽ ഉറങ്ങുമ്പോൾ പോലും എത്ര കൃത്യമായിട്ടാണ് ജോസഫ് അതിനോട് പ്രതികരിക്കുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്ന് വെച്ചാൽ ജോസഫ് ദൈവത്തോട് ബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ് എന്നതാണ്. അങ്ങനെയുള്ളപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ്, അവിടെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. ഒരിക്കൽ ഒരപ്പൻ മകളെയുമായിട്ട് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. ഒരു രാത്രിയാണ് വരുന്നത്. ഞാൻ ചോദിച്ചു, എന്താണ്? അപ്പം പറഞ്ഞു, വെച്ചാൽ മോൾക്കൊരു ചെറിയ ഇത്. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? നല്ല പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. അപ്പം അവൾ പറഞ്ഞു, എൻ്റെ അച്ഛാ, ആദ്യമായിട്ടാണ് ഞാൻ കൂട്ടുകാരികളോടൊപ്പം ക്ലാസ് കട്ട് ചെയ്ത് ഒന്ന് ഷോപ്പിംഗ് മാളിൽ പോകാമെന്ന് ആഗ്രഹിച്ചത്. അങ്ങനെ ഞങ്ങൾ ആരും അറിയാതെ, ഞാൻ അമ്മയറിയാതെ അപ്പനറിയാതെ വീട്ടിൽ നിന്ന് ഒരു കളർ ഡ്രസ്സ് എടുത്ത് ബാഗിൽ വച്ചു. അങ്ങനെ ഞങ്ങൾ സ്കൂൾ വരാതെ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയി ഡ്രസ്സ് മാറി. കാരണം യൂണിഫോം ഇട്ടുകൊണ്ട് അവിടെ പോകാൻ പറ്റില്ല. ഡ്രസ്സ് മാറി ഞങ്ങൾ ഓട്ടോയിൽ കയറി. ഞങ്ങൾ ചെന്ന് ഷോപ്പിംഗ് മാളിൻ്റെ മുമ്പിൽ ഇറങ്ങുമ്പോൾ, അച്ഛാ, ഹൈറേഞ്ചിൽ ഇടുക്കിയിൽ പോയിരുന്നെന്ന് പറഞ്ഞ അപ്പൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു.
എൻ്റെ ആദ്യത്തെ സംരംഭമാണ്, പാളീസായി പോയച്ച. അത് തന്നെ പ്രശ്നം. ഞാൻ ഈ അപ്പനോട് ചോദിച്ചു, ഇയാൾ രാവിലെ ഇടുക്കി പോകുന്നു പറഞ്ഞിറങ്ങിയിട്ട്. അറിയില്ല ഫാദർ, പക്ഷേ എൻ്റെ മകൾ ആദ്യമായിട്ട് ഒരു തെറ്റ്, അല്ലെങ്കിൽ ഒരു മാതാപിതാക്കൾ അറിയാതെ ഒരു തെറ്റ് ചെയ്യാൻ തീരുമാനമെടുത്ത സെക്കൻഡിൽ ഞാൻ അവിടെയുണ്ട്, ഞാൻ അതിൻ്റെ മുമ്പിലുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉത്തരവുണ്ട്, ഞാൻ എൻ്റെ ബുദ്ധിയിലോ എൻ്റെ കഴിവിലോ അല്ല, ദൈവത്തിൻ്റെ കയ്യിലാണ് എൻ്റെ മക്കളെ കൊടുത്തിരിക്കുന്നത്. ഞാൻ എൻ്റെ മക്കളുടെ കാവൽക്കാരനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ചിന്തിക്കണം. ഇന്ന് നമ്മുടെ കുടുംബത്തെ, മക്കളെ തകർക്കാൻ ഒരുപാട് തിന്മകൾ വരുന്നുണ്ട്, ഒരുപാട് തിന്മകൾ. ഹെറോദോസുകാർ പ്ലാൻ തുടങ്ങിയിട്ടുണ്ട്, ഹെറോദോസ് പക്ഷക്കാർ പ്ലാൻ ഇട്ടിട്ടുണ്ട്. കൃത്യമായ പ്ലാനിട്ട് എങ്ങനെ നമ്മുടെ മക്കളെ തകർക്കാം, കൊല്ലാമെന്ന പ്ലാനിട്ട് കൃത്യമായിട്ട് അജണ്ട തയ്യാറാക്കി പ്രിയപ്പെട്ടവരെ അണിയറയിൽ പ്രവർത്തനം തുടങ്ങിയ ഹെറോദോസുമാരുണ്ട്. നമ്മുടെ മക്കളുടെ വിശുദ്ധി എങ്ങനെ നഷ്ടപ്പെടുത്താം, നമ്മുടെ മക്കളെ എങ്ങനെ ഡ്രഗ്സിൻ്റെയും അതുപോലുള്ള ലഹരി പദാർത്ഥങ്ങളുടെയും അടിമത്തത്തിലേക്ക് എങ്ങനെ ഏത് വഴി കൊണ്ടുവരാമെന്ന് പ്ലാനിട്ട് കൃത്യമായിട്ട് അജണ്ട തയ്യാറാക്കി അതിന് കൃത്യമായിട്ട് ഡീലേഴ്സിനെ പൈസ കൊടുത്തുറപ്പിച്ചിരിക്കുന്ന ഹെറോദോസുമാർ ഇന്നുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, അതിനെതിരെ എന്ത് ജാഗ്രത നീ എന്ന പിതാവ് മാതാവ് കാണിക്കുന്നു? അതിനെതിരെ നീ എന്ന എന്ത് ജാഗ്രത നീ എന്ന കുടുംബനാഥൻ കാണിക്കുന്നു? ഒരു കാര്യം ഓർക്കുക, നമ്മുടെ കുട്ടികൾ സുരക്ഷിതരല്ല, നമ്മുടെ പുതിയ തലമുറ സുരക്ഷിതമല്ല. ഒരുപക്ഷെ ഇന്നലകളിൽ അമേരിക്കയിൽ പോയാൽ, ഇംഗ്ലണ്ടിൽ പോയാൽ, ബാംഗ്ലൂർ പോയാൽ മക്കൾ തെറ്റിപ്പോകുമെന്ന് ഭയപ്പെട്ടിരുന്ന മാതാപിതാക്കൾ ഒരു കാര്യം കൃത്യതയോടെ മനസ്സിലാക്കണം, അതിനേക്കാൾ അപകടത്തിൻ്റെ 100 ഇരട്ടി കെണികളുമായിട്ട് കേരളത്തിൽ ഹെറോദോസുമാർ ജാഗ്രതയോടെ ഇരിക്കുന്നുണ്ട് എന്ന വസ്തുത മനസ്സിലാക്കുക. കൃത്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ലഹരിയിൽപ്പെടുത്താൻ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശുദ്ധി നഷ്ടപ്പെടുത്താൻ കൃത്യമായിട്ട് അജണ്ട തയ്യാറാക്കി കൃത്യമായിട്ടിരിക്കുന്ന ഹെറോദോസുമാരുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ മാതാപിതാക്കളാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജാഗ്രത ഉണ്ടാകണം. ഈ ജാഗ്രത കണ്ടുപഠിക്കണം ജോസഫിൽ നിന്ന്. അതിന് നമ്മളുടെ കഴിവുകളോ നമ്മളുടെ സുരക്ഷിതത്വമോ പോരാ, ദൈവം വേലി കെട്ടണം. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ദൈവം വേലി കെട്ടണം. അതിന് നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്തോ, നമ്മൾ കൊടുക്കുന്ന എഡ്യൂക്കേഷനോ, നമ്മൾ കൊടുക്കുന്ന സൗകര്യങ്ങളോ അല്ല, ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന, എന്നും മക്കളെ ബലിയിലും എന്നും മക്കളെ കുർബാനയിലും വയ്ക്കുന്ന, എന്നും കുടുംബത്തെ ദൈവത്തോട് ചേർത്ത് വയ്ക്കുന്ന, ദൈവത്തിൽ നിന്ന് കൃത്യമായിട്ട് മക്കളെക്കുറിച്ച് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന മാതാപിതാക്കളെയാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം. അത് മനസ്സിലാക്കണം നമ്മൾ. കാരണം തിരുക്കുടുംബത്തെ അത്ര പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഞാനെന്ന അപ്പനോട് ഈ തച്ചൻ പറയുന്നൊരു കാര്യമുണ്ട്, ഈ അപ്പൻ പറയുന്നൊരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ മക്കളെ സൂക്ഷിക്കുന്നത്? നമ്മൾ കൂട്ടുകാരെന്ന് പറഞ്ഞ് അയക്കുന്ന സ്ഥലങ്ങൾ, നമ്മൾ സ്കൂളിൽ നിന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി അയക്കുന്ന സ്ഥലങ്ങൾ, നമ്മൾ കുടുംബമെന്ന് പറഞ്ഞ് അയക്കുന്ന സ്ഥലങ്ങൾ, നമ്മൾ സൗഹൃദമെന്ന് അയക്കുന്ന സ്ഥലങ്ങൾ, ഒരു സ്ഥലങ്ങളും സുരക്ഷിതമല്ല. പ്രിയപ്പെട്ടവരെ, ഒരു സെക്കൻഡിൻ്റെ കണ്ണടവ് കൊണ്ട് നമ്മൾ കണ്ടു, ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് പോലും നമ്മൾ കണ്ടു, നമ്മളുടെ കുഞ്ഞുങ്ങൾ വഴിയിൽ നിന്ന്, അവർ സുരക്ഷിതമെന്ന് കരുതുന്ന ഇടങ്ങളിൽ നിന്ന് ചിലർ റാഞ്ചിക്കൊണ്ട് പോകുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അതിനേക്കാൾ അപകടം 100 ഇരട്ടി വരുന്നുണ്ട്. നമ്മൾ അവരിലേക്ക് എത്താനും അവർക്ക് സുരക്ഷിതത്തിനും മേടിച്ചു കൊടുക്കുന്ന മൊബൈല്, നമ്മൾ ഏറ്റവും സുരക്ഷിതമെന്ന് പറഞ്ഞയക്കുന്ന സ്കൂൾ കോളേജുകൾ, ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരി
വിൽപ്പനയുടെയും ലഹരി വസ്തുക്കളുടെയും കേന്ദ്രമായിട്ട് പ്രത്യേകിച്ച് സ്കൂളുകൾ മാറുന്നു എന്ന റിപ്പോർട്ടുകൾ ആവർത്തിച്ച് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അങ്ങേയറ്റം വിജിലൻ്റായ ഒരു ഉദ്യോഗസ്ഥ ബന്ധം ഇത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഗവൺമെൻറ്റിനെ കുറ്റം പറയുകയോ ഇവിടെ നമ്മൾ സാഹിത്യത്തെ കുറ്റം പറയുകയല്ല. ഞാനെന്ന കുടുംബനാഥ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു സുരക്ഷിതത്വം തീർക്കാൻ തയ്യാറാകണം. കാരണം അത്ര വലിയ അപകടമാണ്. ഒരു നുള്ള് ടേസ്റ്റ് ചെയ്താൽ, ഒരു ചെറിയ അശ്രദ്ധയിൽ ഒരു ചെറിയ കോണ്ടാക്റ്റ് ആരംഭിച്ചാൽ ജീവിതത്തിൻ്റെ അവസാനം വരെ തകർക്കാൻ പ്രാപ്തിയുള്ള കെണികളുമായിട്ട് ഹെറോദസുമാരിയ്ക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇവിടെ വീണ്ടും ഞാൻ ഇത്ര ശക്തമായിട്ട് പറയുന്നത് നമ്മൾ ജാഗ്രത പുലർത്തണം എന്നത് തന്നെയാണ്. അതാണ് ഈ കാലഘട്ടത്തിൽ ജോസഫ് എന്ന കുടുംബനാഥൻ നമ്മളോട് പറയുന്ന കാര്യം. അടുത്തൊരു കാര്യം, പ്രിയപ്പെട്ടവരെ, ജോസഫ് എന്താ ചെയ്തത്? യേശു നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഇടത്തു നിന്ന് ഉടനെ പോയി ദൈവ വിശ്വാസം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിന്ന് നമ്മുടെ മക്കളെ മാറ്റുക. യേശു നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒന്നിനെയും നമ്മുടെ കുടുംബത്തിൽ കയറ്റാതിരിക്കുക. യേശുവിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു ബന്ധങ്ങളെയും നമ്മൾ അകറ്റി നിർത്തുക. യേശുവിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു ബന്ധം വേണ്ട. യേശുവിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു സൗഹൃദം വേണ്ട. യേശുവിനോട് ചേർന്നുള്ള സൗഹൃദമേ മതി. യേശുവിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട്, യേശുവിന് ഇഷ്ടമില്ലാത്ത, യേശുവിന് കാണാൻ പാടില്ലാത്ത, യേശുവിന് കടന്നു വരാൻ പറ്റാത്ത, വചനത്തിന് കടന്നു വരാൻ പറ്റാത്ത ഒരു സൗഹൃദം, ഒരു ബന്ധം, ഒരു കാര്യം, ഒരാഘോഷം നമുക്ക് വേണ്ട. യേശുവിനെ വേദനിപ്പിക്കുന്ന, യേശുവിനെ നഷ്ടപ്പെടുത്തുന്ന ആഘോഷം കുടുംബത്തിൽ വേണ്ട. ഇതാണ് ഒരു കുടുംബം എടുക്കേണ്ട അടുത്ത ജാഗ്രത. യേശു നഷ്ടപ്പെടാൻ സാധ്യതയുള്ളിടത്തു നിന്ന് ജോസഫ് ഓടി മാറുകയാണ്. ആ വചനം ഒന്നുകൂടി ശ്രദ്ധിക്കുക. ആ വചനം ഇങ്ങനെയാണ്: ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. കണ്ടോ, അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ആരാണ് പാപമില്ലാത്തവൾ? ആരാണ് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി? മറിയം. പക്ഷെ മറിയത്തോടൊരു ചോദ്യം പോലുമില്ല. എഴുന്നേക്ക്, പോകാം. നോ ക്വസ്റ്റ്യൻ. അബ്സല്യൂട്ട് ഒബീഡിയൻസ് ആണ്. ആരാ കൂടെ ഉള്ളത്? യേശു. ആരാ കൂടെ ഉള്ളത്? മറിയത്തിന് പറയാം, ഞാനാണ് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? അങ്ങനെ ഒരു ചോദ്യമൊന്നുമില്ല. ജോസഫിനോട് പറയുന്നു, ഇപ്പോൾ പോവുക. ഉറങ്ങിക്കിടക്കുന്ന മാതാവ്, ഉറങ്ങിക്കിടക്കുന്ന കൊച്ചു, എടുക്ക്, പോകാം. കണ്ടോ, എത്ര കൃത്യമാണ് കുടുംബനാഥൻ്റെ റോള്. ഒരു തരത്തിലും ഈക്വൽ അല്ല മറിയവും ജോസഫും. മറിയം അമലോത്ഭവയാണ്, ദൈവമാതാവാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവളാണ്. ബട്ട് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, കുടുംബനാഥൻ എത്ര കുറവുള്ളവനാണെങ്കിലും അവനിലൂടെ ദൈവം സംസാരിക്കും. കുടുംബനാഥൻ എന്തോരം പോരായ്മയുള്ളവനാണെങ്കിലും അവനിലൂടെ ദൈവം സംസാരിക്കും. രണ്ടാമത്തെ കാര്യം, അപ്പം തന്നെ ആ രാത്രി തന്നെ സ്ഥലം വിടുക. ആ രാത്രി, അടുത്ത സെക്കൻഡ് കാത്തിരിക്കുന്നില്ല. ആ രാത്രി ഈ ഒരു ചെയ്യേണ്ട കാര്യം കറക്റ്റ് സമയത്ത് ചെയ്യുക. നീട്ടിവെക്കുന്നു, അത് പിന്നെയാകട്ടെ, ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ എല്ലാവരും പറയും ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ എൻ്റെ മക്കൾക്ക് കുഴപ്പമില്ല, ഇപ്പോൾ എൻ്റെ മക്കൾ അങ്ങനെ പോയിട്ടില്ല, ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ ഓക്കെയാണ് എന്നത് അല്ല, ഇന്ന് ഞാൻ ചെയ്യേണ്ട കാര്യം, ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കി. കാരണം ഹെറോദോസ് അവിടെ ശിശുവിനെ വധിക്കാൻ തീരുമാനം എടുത്തിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് സാഹചര്യം മനസ്സിലാക്കി ഒട്ടനെ പിന്മാറുകയാണ്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ വരട്ടെ, എനിക്ക് ഒന്നും പറ്റിയില്ലല്ലോ, അല്ലേ? ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ പത്രം തുറക്കുമ്പോൾ, TV തുറക്കുമ്പോൾ, ഞാൻ പള്ളിയിൽ അച്ഛന്മാർ പ്രസംഗിക്കുമ്പോൾ, മെത്രാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇതൊക്കെയാണ് സാഹചര്യം. എൻ്റെ ഒരു ആശ്വാസം എന്താണെന്നറിയാവോ? ഇപ്പം എൻ്റെ പ്രശ്നം, എൻ്റെ കുട്ടികൾക്ക് ഇത് വന്നിട്ടില്ലല്ലോ. ഇതാണ് നമ്മൾ കാണിക്കുന്ന അലസത. ഇതാണ് നമ്മുടെ അപകടം. എനിക്ക് പറ്റിയിട്ടില്ല. അത് സംഭവിച്ച അവിടെയല്ലേ, അത് സംഭവിച്ച അവർക്കല്ലേ, അത് അവർ പറഞ്ഞ കാര്യമല്ലേ, അത് ആ വാർത്തയല്ലേ. ഇതാണ് നമ്മൾ ദൈവം പല വ്യക്തികളിലൂടെ നൽകുന്ന സന്ദേശം നമ്മൾ സ്വീകരിക്കുന്നില്ല. നമുക്ക് ഒറ്റ ചിന്തയുള്ളൂ, എനിക്ക് എൻ്റെ കുഞ്ഞിന് പറ്റിയിട്ടില്ലല്ലോ. പ്രിയപ്പെട്ടവരെ ഓർക്കുക,
യേശുവിന് സംഭവിച്ചിട്ടില്ല. അന്വേഷണം തുടങ്ങിയിട്ട് പോലുമില്ല ഹെരോദോസ്. ഇപ്പം അന്വേഷണം തുടങ്ങുമെന്നാണ് പറയുന്നത്. ഹെരോദോസ് ശിശുവിനെ അന്വേഷിക്കാൻ തുടങ്ങും, ശിശുവിനെ വരെ വധിക്കുവാനുള്ള പ്ലാൻ ഇടാൻ തുടങ്ങും. ഉടനെ ജോസഫ് അതിനോട് കോംപ്രമൈസ് ഒന്നുമില്ല. ജോസഫ് കൃത്യമായ ഇടപെടൽ നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് തിരുക്കുടുംബത്തിൻ്റെ കാവലാകുന്ന ഓരോ അപ്പനും അമ്മയും മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഒരു കുടുംബനാഥൻ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നമ്മുടെ മക്കൾക്ക് യേശുവിനെ നഷ്ടപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന് മാറുക. യേശുവിനെ നഷ്ടപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന് നമ്മൾ മാറുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ടവരെ, ഇപ്പം നമുക്കറിയാം, നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ വെടിക്കെട്ട് കാണാൻ പോവുക, അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളിന് വെടിക്കെട്ട് കാണാൻ പോവുക. അപ്പം അതിന് ഒരുപാട് റെസ്ട്രിക്ഷനുണ്ട് അല്ലേ? തൃശ്ശൂർ പൂരത്തിനൊക്കെ വെടിക്കെട്ട് കാണാൻ പോകും. പക്ഷെ നമുക്കറിയാം, ഒരു ഗർഭിണിയായ സ്ത്രീ, ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്ന സ്ത്രീ, പ്രിയപ്പെട്ടവരെ, ഇത് കാണാൻ പോകില്ല. അപ്പം നമ്മൾ ചോദിക്കും, അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല തൃശ്ശൂർ പൂരത്തിന് ഗർഭിണികൾ വരാൻ പാടില്ല. പക്ഷെ നമുക്കറിയാം, ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്നൊരു സ്ത്രീക്ക് പറ്റുന്നൊരു അറ്റ്മോസ്ഫിയർ അല്ല അവിടെ ഉള്ളത്. കാരണം അവിടെ പൊട്ടിക്കുന്ന ചില സാധനങ്ങളുടെ പേര് തന്നെ ഗർഭം കലക്കിയെന്ന. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, എല്ലാം നിയമാനുസൃതമാണ്, എല്ലാം പ്രയോജനകരമല്ല. എൻ്റെ കുടുംബത്തിന് ശരിയാ. ഇപ്പോൾ വീട്ടിൽ മദ്യം മേടിച്ചു കൊണ്ടുപോവുക എന്നത് പോലീസ് പിടിക്കുകയൊന്നുമില്ല വീട്ടിൽ വന്ന്, അത് നിയമം അനുവദിക്കുന്നതാണ്. പക്ഷെ അത് പ്രയോജനകരമാണോ? ഇതിനാണ് ഈ ജാഗ്രത. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് എൻ്റെ കുടുംബത്തിൽ വരാൻ പാടില്ല. അതാണ് കാവലിൻ്റെ പ്രത്യേകത. അത് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അല്ലേ? ഇപ്പം ഒരാൾ പറയുകയാണ്, ഞാൻ ഇത് ഒരു ആപ്പിൾ ചെത്താനാണ്, എൻ്റെ കയ്യിൽ ആപ്പിളുണ്ട്, ആപ്പിൾ ചെത്താനാണ് ഈ കത്തിയുമായിട്ട് ഫ്ലൈറ്റിൽ പോകുന്നത്. നീ ആപ്പിൾ ചെത്തിക്കോ, കത്തി കൊണ്ടുപോകണ്ട, ഞാൻ കൊല്ലാനൊന്നുമല്ല. പക്ഷേ അവിടെ എയർപോർട്ടിൽ സെക്യൂരിറ്റി സിസ്റ്റം പറയും, അത് നഖം വെട്ടിയാണെങ്കിലും എന്താണെങ്കിലും അതവിടെ പ്രൊട്ടക്റ്റ് ചെയ്യും, അവിടെ തടയും. അത് നീ അവിടെ അപകടം ഉണ്ടാക്കാൻ പോകുന്നില്ല, പക്ഷെ അത് അവിടെ പ്രയോജനകരമല്ല, അത് ശരിയല്ല. അത്ര ജാഗ്രത കണ്ടോ. അവിടെ തീർച്ചയായിട്ടും അവിടെ ഒരാൾ അതിനുവേണ്ടിയല്ല, അവൻ എത്ര ന്യായം പറഞ്ഞാലും സെക്യൂരിറ്റിക്കാർ കൊടുത്തുവിടില്ല. ആപ്പിൾ എത്താനാണെന്ന് പറഞ്ഞാലും, നഖം വെട്ടാനാണ് നഖം വെട്ടിയെന്ന് പറഞ്ഞാലും അവർ കൊടുത്തുവിടില്ല, അവരതെടുത്ത് ദൂരെ കളയും. കാരണം അതാണ് ജാഗ്രത. 90 വയസ്സായി, ഇനി ഞാൻ ആരെ കൊല്ലാനാ? ഞാനൊരു ആപ്പിൾ ഇത്തിരി തൊണ്ട് ചെത്തി കഴിക്കാനാണ് ഒരു വല്യപ്പൻ പറയുക. വല്യപ്പ തൽക്കാലം അവിടെ ചെന്നിട്ട് ചൊണ്ട് ചെത്തിയാൽ മതി, അവിടെ കത്തി കിട്ടും, ഇവിടെ വച്ചിട്ട് പോകും, അത്രയേ ഉള്ളൂ. ഈ വല്യപ്പൻ ഒന്നും ചെയ്യുകയില്ല, ഈ വല്യപ്പൻ കത്തി കൊണ്ട് ആരെയും കുത്തിയല്ല, എഴുന്നേറ്റ് നിൽക്കാൻ പ്രാപ്തിയില്ല, ഇതൊന്നും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ നോക്കിയല്ല, ഇത് ഹാംഫുള്ളാണ്, ഇത് പറ്റില്ല. ഈ ജാഗ്രതയാണ് വേണ്ടത്. ഈ ജാഗ്രതയാണ് പ്രിയപ്പെട്ടവരെ കാവലെന്നത്. അതിനാൽ നമുക്കും പ്രാർത്ഥിക്കാം, നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ കാവലാകാൻ കൃപ നൽകണമേ എന്ന്. നമ്മുടെ കുടുംബത്തിൽ തിന്മ കടന്നു വരാതിരിക്കാനുള്ള ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്തി ആ തിന്മയെ തടയുവാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ, നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ, നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ.
നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. എന്റെ അവസ്ഥകൾ മാറിടുവാൻ, എന്നിൽ രൂപാന്തരം വരുവാൻ, ഞാനേറെ ഫലം നൽകാൻ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. എന്റെ അവസ്ഥകൾ മാറിടുവാൻ, എന്നിൽ രൂപാന്തരം വരുവാൻ, ഞാനേറെ ഫലം നൽകാൻ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു ദൈവം പറയുന്നതനുസരിച്ച് ദൈവത്തോട് കുടുംബത്തെ ചേർത്ത് നിർത്തി തിരുക്കുടുംബത്തിൻ്റെ കാവലായ വിശുദ്ധ ഔസേപ്പിതാവിനെ സഭ കുടുംബത്തിൻ്റെ കാവൽ ഏൽപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ ഔസേപ്പിതാവിനെയാണ്. തിരുക്കുടുംബത്തിന് കാവലായത് വിശുദ്ധ ഔസേപ്പിതാവാണ്. നമുക്ക് ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ കുടുംബത്തിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സക്രിയ 9:8 ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ കുടുംബത്തിലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം.
എന്താണ് വചനം പറയുന്നത്? ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഓർക്കുക, എന്താണ് ദൈവം ചെയ്തത്? ദൈവം ചെയ്തത്, പ്രിയപ്പെട്ടവരെ, ജോസഫ് തൻ്റെ വീട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കി ഇങ്ങനെ ചിന്തിച്ചു, ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ജോസഫ് തൻ്റെ ദാമ്പത്യ ജീവിതത്തെ നോക്കി ഇങ്ങനെ ചിന്തിച്ചു, ഇത് ദൈവം ഒരുക്കിയ ദാമ്പത്യ ജീവിതമാണ്. ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാണെന്ന് ജോസഫ് ചിന്തിച്ചപ്പോൾ, ഇത് ദൈവം ഒരുക്കിയ ദാമ്പത്യ ജീവിതമാണെന്ന് ജോസഫ് ചിന്തിച്ചപ്പോൾ, ഇത് ദൈവം രൂപപ്പെടുത്തിയ വീടാണെന്ന് ജോസഫ് ചിന്തിച്ചപ്പോൾ, ആ വീടിന് കാവൽ നിൽക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനായി. ഇവിടെ വചനം പറയുകയാണ്, ആരും കയറിയിറങ്ങി നടക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഈ വചനം നമ്മളോട് പറയുന്ന കാര്യം, നമ്മുടെ ഓരോ കുടുംബവും ദൈവത്തിൻ്റേതാണെന്ന് പറയുമ്പോൾ ദൈവം ആ കുടുംബത്തിന് പാളയമടിച്ച് കാവൽ നിൽക്കും. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ ഇതെല്ലാം ദൈവത്തിൻ്റേതാണെന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ മേൽ വരും. അടുത്ത വചനം, ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല, എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാ ഹെറോദോസ് കുഞ്ഞിനെ നശിപ്പിക്കാൻ ആലോചന തുടങ്ങുന്നു. അപ്പോൾ തന്നെ ജോസഫിനോട് പറയുന്നു, ഇപ്പോൾ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഇതാ ഹെറോദോസ് ആലോചന തുടങ്ങും, നീ കുട്ടിയെയും കൂട്ടിപ്പോവുക. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, അവിടെ ജോസഫ്, മറിയം, കുഞ്ഞ്, ഇത് ദൈവത്തിൻ്റെ കണ്ണും വെട്ടത്താണ്. അതാണ് ആ വചനം പറയുന്നത്, എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ടാകും. നമ്മുടെ കുടുംബം ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കൺവെട്ടത്താണോ? എൻ്റെ ദാമ്പത്യ ജീവിതം ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കണ്ണും വെട്ടത്താണോ? എൻ്റെ മക്കൾ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കണ്ണും വെട്ടത്താണോ? എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കൺമുമ്പിലാണോ? ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന വീട്, ഇപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലം, നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്ഥലം, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങൾ, ഇതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റ്, നിങ്ങൾ താമസിക്കുന്ന വീട്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം, ഇതിൻ്റെ മേലെല്ലാം സക്രിയ 9:8 അഭിഷേകം കടന്നു വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല, എൻ്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ട്. ഈ വചനത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ എല്ലാ കുടുംബങ്ങളുടെ മേലും കടന്നു വരട്ടെ. ഈ വചനത്തിൻ്റെ അഭിഷേകം എല്ലാ ദാമ്പത്യ ജീവിതങ്ങളുടെ മേലും കടന്നു വരട്ടെ. ഇപ്പോൾ ഈ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ മേൽ, ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ മേൽ, ഞങ്ങൾ താമസിക്കുന്ന മുറിയുടെ മേൽ, ഞങ്ങൾ താമസിക്കുന്ന രാജ്യത്തിൻ്റെ മേൽ, ഞങ്ങൾ താമസിക്കുന്ന സംസ്ഥാനത്തിൻ്റെ മേൽ, ഞങ്ങൾ താമസിക്കുന്ന ഡിസ്ട്രിക്റ്റിൻ്റെ മേൽ, ഞങ്ങൾ താമസിക്കുന്ന ഇടങ്ങളുടെ മേൽ ഈ വചനത്തിൻ്റെ അഭിഷേകം കടന്നു വരട്ടെ. ഞങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ഈ വചനത്തിൻ്റെ അഭിഷേകം കടന്നു വരട്ടെ. ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന ഇടങ്ങളിൽ ഈ വചനത്തിൻ്റെ അഭിഷേകം കടന്നു വരട്ടെ. ഞങ്ങൾ മക്കളുടെ പഠിക്കുന്ന ഹോസ്റ്റലിൽ ഈ വചനത്തിൻ്റെ അഭിഷേകം കടന്നു വരട്ടെ. ഞങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ഈ വചനത്തിൻ്റെ അഭിഷേകം കടന്നു വരട്ടെ. ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ ഈ വചനത്തിൻ്റെ അഭിഷേകം കടന്നു വരട്ടെ. ഞങ്ങൾ സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ ഈ വചനത്തിൻ്റെ അഭിഷേകം കടന്നു വരട്ടെ. സക്രിയ 9:8 അഭിഷേകം ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെയും മേൽ ഇറങ്ങുവാൻ വേണ്ടി യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ വചനത്തിൻ്റെ അഭിഷേകം ഓരോ കുടുംബങ്ങളുടെ മേലും കടന്നു വരുവാൻ യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ അഭിഷേകം നിറയട്ടെ. യേശുവേ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. സൈന്യത്തിൻ നായകൻ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ ലോകശക്തികൾ നമ്മെ ജയിക്കയില്ല. 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 ചെങ്കടൽ പിളർന്ന് വഴി തരും, ജോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്ന് വഴി തരും, ജോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നിന്റെ
യേശുവിൻ നാമത്തിൽ നാം ആർത്തിടുമ്പോൾ യെരിഹോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ നീ ആർപ്പിടുമ്പോൾ. യെരിഹോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ നീ ആർത്തിടുമ്പോൾ യെരിഹോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ നീ ആർത്തിടുമ്പോൾ. സൈന്യത്തിൻ നായകൻ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ ലോകശക്തികൾ നമ്മെ ജയിക്കയില്ല. സൈന്യത്തിൻ നായകൻ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ ലോകശക്തികൾ നമ്മെ ജയിക്കയില്ല. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശുവേ ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം തിരുക്കുടുംബത്തിൻ്റെ കാവൽ ജോസഫിനെ ഏൽപ്പിക്കുമ്പോൾ God was so faithful to Joseph. അത്രയും ജോസഫിന് ദൈവത്തിന് വിശ്വാസമായിരുന്നു. എൻ്റെ ഏക കുഞ്ഞിനെ അവൻ്റെ കയ്യിലാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ അവൻ നോക്കിക്കോളും, അവൻ വളർത്തിക്കോളും. ദൈവം ഇത്ര വിശ്വസിച്ച ഒരാളുണ്ടോ? ദൈവം ജോസഫിൻ്റെ അധ്വാനത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ദൈവം ജോസഫിൻ്റെ കരുണയിൽ വിശ്വസിക്കുന്നുണ്ട്. ദൈവം ജോസഫിൻ്റെ അറിവിൽ വിശ്വസിക്കുന്നുണ്ട്. ദൈവം ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും, ജോസഫിനെ വളർത്തുപിതാവായിട്ട് ഞാൻ നിർത്തിക്കഴിഞ്ഞാൽ ഞാനില്ലാത്തതിൻ്റെ കുറവ് അവനുണ്ടാകുകയില്ല. അവൻ എന്നെ മിസ് ചെയ്യില്ല. കാരണം അത്രയും സ്നേഹമാണ്, അത്രയും കരുതലാണ്, അത്രയും വിശുദ്ധിയാണ്. അതുകൊണ്ട് പിതാവായ ദൈവം യേശുവിൻ്റെ അടുത്ത് നിർത്തിയ പിതാവായ ദൈവത്തിൻ്റെ നിഴലാണ് ജോസഫ്. പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നു ആ നിഴലിൻ്റെ പ്രത്യേകത? എന്തായിരുന്നു ജോസഫിൻ്റെ പ്രത്യേകത? എപ്പോഴും ദൈവത്തെ കേൾക്കുന്ന ഒരു ജീവിതം. ദൈവം ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുമ്പോൾ അത് കേൾക്കാൻ ജോസഫുണ്ട് എന്നതാണ് ജോസഫിൻ്റെ പ്രത്യേകത. ദൈവം പറയുന്നത് ഒരു സെക്കൻഡ് വൈകാതെ കേൾക്കുകയും സെക്കൻഡ് വൈകാതെ ചെയ്യുകയും ചെയ്ത ജീവിതം. ആ ജീവിതമാണ് കുടുംബത്തിന് കാവലാകുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തോട് ബന്ധമുള്ള ഒരു കുടുംബനാഥനാവുക, ദൈവത്തോട് ബന്ധമുള്ള ഒരു കുടുംബനാഥയാവുക. അതാണ് കുടുംബത്തെ ദൈവം സംരക്ഷിക്കാനുള്ള ഒന്നാമത്തെ വഴി. എനിക്ക് ദൈവത്തോട് അത്രയും ബന്ധമുണ്ടാവുക. രണ്ട് ജോസഫ് എടുത്ത തീരുമാനം ഇതായിരുന്നു. പ്രിയപ്പെട്ടവരെ,
ജോസഫ് യേശുവിനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് മാറി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നത് കാണുന്നു. അപ്പോൾ തന്നെ ആ രാത്രി തന്നെ ശിശുവിനെയും അമ്മയും എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ യേശു നഷ്ടപ്പെടുന്ന ഒരിടങ്ങളിലും ജോസഫ് നിൽക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, യേശു നഷ്ടപ്പെടുന്ന ഇടങ്ങളിൽ നമ്മൾ നിൽക്കുന്നുണ്ടോ? യേശു നഷ്ടപ്പെടുന്ന ഇടങ്ങളിൽ നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നുണ്ടോ? യേശു നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മൾ വീട്ടിൽ കയറ്റുന്നുണ്ടോ? ജോസഫ് ആഗ്രഹിച്ച കാര്യം, യേശു നഷ്ടപ്പെടുന്ന എല്ലാ ഇടങ്ങളിൽ നിന്നും ജോസഫ് മാറി. ഒരുപക്ഷെ ജോസഫിന് കൂടുതൽ ബന്ധുക്കളുള്ളത് അവിടെയാണ്. ഒരുപക്ഷെ ജോസഫിന് പരിചയക്കാരുള്ളത് അവിടെയാണ്. ഒരുപക്ഷെ ജോസഫിന് ഏറ്റവും കംഫർട്ടായ സിറ്റുവേഷനുള്ളത് അവിടെയാണ്. പക്ഷേ അത് യേശുവിന് നഷ്ടപ്പെടാൻ കാരണമാകും. യേശുവിന് നഷ്ടപ്പെടാൻ കാരണമാകുന്നത് എത്ര നല്ല ഇടങ്ങളാണെങ്കിലും അവിടുന്ന് മാറാൻ പഠിപ്പിക്കുന്ന വ്യക്തിയാണ് ജോസഫ്. എത്ര നല്ല ബന്ധമാണെങ്കിലും ആ ബന്ധത്തിൽ യേശു നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് മാറണം. എത്ര നല്ല കാര്യമാണെങ്കിലും യേശു നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബം അവിടുന്ന് മാറണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ യേശു നഷ്ടപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന് നമ്മൾ മാറുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ യേശുവിനെ നഷ്ടപ്പെടുത്താൻ കാരണമാകുന്നുണ്ടോ? നമ്മുടെ ചില സന്തോഷങ്ങൾ, നമ്മുടെ ചില ആഘോഷങ്ങൾ, നമ്മുടെ ചില ബന്ധങ്ങൾ യേശുവിനെ നഷ്ടപ്പെടുത്തും. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് യേശുവിൻ്റെ മുമ്പിൽ ധ്യാനിക്കാം. ഞാൻ എൻ്റെ കുടുംബത്തിന് സംരക്ഷണമാകേണ്ടത്, എൻ്റെ കുടുംബം എൻ്റേതല്ല, ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെതാണെങ്കിൽ ദൈവത്തിന് ചേരാത്തതൊന്നും എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, എൻ്റെ കുടുംബ ബന്ധങ്ങളിൽ വന്നുകൂടാ. ഒന്ന്, ഞാനെന്ന കുടുംബനാഥൻ, ഞാനെന്ന കുടുംബനാഥ, ഞാനെന്ന ഭർത്താവ്, ഞാനെന്ന ഭാര്യ ദൈവത്തോട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയാണോ? ദൈവം വിശ്വസിക്കുന്ന ഒരു അപ്പനാണോ ഞാൻ? ദൈവത്തിന് വിശ്വാസമുള്ള ഒരമ്മയാണോ ഞാൻ? ദൈവത്തിന് വിശ്വാസമുള്ള ഒരു കുടുംബനാഥൻ, ഒരു കുടുംബനാഥയാണോ ഞാൻ? ഇതാണ് അടിസ്ഥാനപരമായ ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യമാണ് നമ്മളോട് ചോദിക്കേണ്ടത്. ദൈവം വിശ്വസിക്കുന്ന ഒരു ജീവിതമാണോ? ദൈവം വിശ്വസിക്കുന്ന ഒരു ജീവിതമാണോ എൻ്റെ ജീവിതം? പ്രിയപ്പെട്ടവരെ, രണ്ട്, ഇന്ന് നമുക്കറിയാം, നമ്മൾ തിന്മയോട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. തിന്മയോട് കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമ്മൾ തിന്മയെ വീട്ടിലേക്ക്, ജീവിതത്തിലേക്ക് ഏറ്റുകയാണ്. നമുക്ക് നല്ലതെന്ന് തോന്നും. നമ്മൾ ജോഷുവയുടെ പുസ്തകത്തിൽ കാണും, ആഹാന് തോന്നി ഇത് നല്ലതാണ്, ഇത് ബലിയർപ്പിക്കാം. ആഹാൻ ദൈവം പാടില്ല, ദൈവം നിഷിദ്ധമെന്ന് പറഞ്ഞത് ആഹാൻ എടുത്തു വച്ചു. ആഹാന് തോന്നി ഇത് നല്ലതാണ്, ബലിയർപ്പിക്കാം. പക്ഷേ അവിടെ എന്താ സംഭവിച്ചത്? ദൈവത്തിന് നിഷിദ്ധമായത് എടുത്തു വച്ചു. അടുത്ത വചനം ദൈവം ജോഷുവയോട് പറയുന്നു, ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകില്ല. കാരണം നിഷിദ്ധമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളെടുത്ത് നിങ്ങളുടെ കൂടാരത്തിൽ വച്ചു. നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വരുമാന മാർഗത്തിൽ, നമ്മുടെ ശുശ്രൂഷയിൽ ദൈവത്തിന് കാണാനും ദൈവത്തിന് ഇഷ്ടപ്പെടാനും പറ്റാത്തത് ഉണ്ടെങ്കിൽ എടുത്തു മാറ്റുക. തിന്മയോട് കോംപ്രമൈസ് ചെയ്തിട്ട് ഒരു ശുശ്രൂഷ നമുക്ക് വേണ്ട. തിന്മയോട് കോംപ്രമൈസ് ചെയ്തിട്ട് നമുക്ക് ഒരു വിജയം വേണ്ട. തിന്മയ്ക്ക് കൂട്ടുനിന്നിട്ട് നമുക്ക് ഒരു ഐശ്വര്യം വേണ്ട. ഈ തീരുമാനമുണ്ടാകണം. തിന്മയ്ക്ക് കൂട്ടുനിന്നിട്ട് നമുക്കൊരു നന്മ വേണ്ട. ഇത് ഇന്നെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. തിന്മയുടെ കൂട്ടുപിടിച്ച് പ്രിയപ്പെട്ടവരെ ശുശ്രൂഷ ചെയ്യരുത്. തിന്മയുടെ കൂട്ടുപിടിച്ച് ഒരു ഐശ്വര്യം, ഒരു സമൃദ്ധി ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. തിന്മയുടെ കൂട്ടുപിടിച്ച് ബന്ധങ്ങൾ സ്ഥാപിക്കരുത്. ചിലരെങ്കിലും പറയാറുണ്ട്, അത് അവരുടെ വീട്ടിൽ കല്യാണത്തിന് ചെന്നപ്പോൾ, അവരുടെ വീട്ടിൽ ഫംഗ്ഷൻ ചെന്നപ്പോൾ ആ ഫംഗ്ഷന് ഡ്രിങ്ക്സ് വിളമ്പി, സോ നമ്മളത് ചെയ്തില്ലെങ്കിൽ വേണ്ട.
അങ്ങനെ ഉള്ള ബന്ധങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ബലമുണ്ടാകണം. യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ബന്ധവും, യേശുവിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബന്ധവും, പ്രിയപ്പെട്ടവരെ, ഒരു സൗഹൃദവും വേണ്ട എന്ന് തീരുമാനിക്കുന്നിടത്താണ് ദൈവം നമ്മുടെ കുടുംബത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നത്, ദൈവരാജ്യത്തിൻ്റെ ഭരണം നമ്മുടെ കുടുംബത്തിൽ വരുന്നത്. അതിനാൽ ഈ നിമിഷം നമുക്ക് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ സമർപ്പിക്കാം. യേശുവേ, നിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെ ഈശോയ്ക്ക് കാണാൻ പാടില്ലാത്തത്, ഈശോയ്ക്ക് കേൾക്കാൻ പാടില്ലാത്തത്, ഈശോയ്ക്ക് അംഗീകരിക്കാൻ പാടില്ലാത്തത്, ഈശോയ്ക്ക് ഉൾക്കൊള്ളാൻ പാടില്ലാത്തത് എന്തെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടോ, എന്തെല്ലാം ഞങ്ങളുടെ ശുശ്രൂഷയിലുണ്ടോ, എന്തെല്ലാം ഞങ്ങളുടെ ബിസിനസ്സിലുണ്ടോ, എന്തെല്ലാം ഞങ്ങളുടെ ജോലിയിലുണ്ടോ, അതെല്ലാം മാറിപ്പോകുവാൻ വേണ്ടി യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. നമുക്ക് ഈ നിമിഷം പരിശുദ്ധാത്മാവ് ഈ ശക്തി തരട്ടെ. ചില കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം, ചില തിന്മകളെ നമ്മൾ ഉപേക്ഷിക്കണം, ചില കാര്യങ്ങളെ നമ്മൾ അറുത്തു മാറ്റണം. പ്രിയപ്പെട്ടവരെ, ആ ശക്തി ദൈവം നമുക്ക് തരട്ടെ. ആ ശക്തി ദൈവം നമുക്ക് തരട്ടെ. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിശുദ്ധി നഷ്ടപ്പെടുന്ന ഇടങ്ങളിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ അയക്കരുത്. എത്ര നല്ല ബന്ധമാണെങ്കിലും എൻ്റെ കുടുംബത്തിൻ്റെ നന്മ നഷ്ടപ്പെടുന്ന ഇടങ്ങളിലേക്ക് എൻ്റെ കുടുംബത്തെ അയക്കരുത്. എത്ര നല്ല ബന്ധമാണെങ്കിലും ഇത് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നൊരു കാര്യമാണ്. എൻ്റെ ജോലി എനിക്ക് എത്ര ഉയർച്ച നൽകുന്നതാണെങ്കിലും തിന്മയുടെ കൂട്ടുപിടിച്ച് എനിക്കൊരു സൗഹൃദം, എനിക്കൊരു ഉയർച്ച, എനിക്കൊരു നേട്ടം വേണ്ട. നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇപ്പോൾ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ വിശുദ്ധ യൗസേപ്പ് പിതാവ് വഴി വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളും തിന്മയിൽ നിന്ന് സംരക്ഷണം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വിദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, ജോലിയിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, വിദേശങ്ങളിൽ പോകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ യേശുവെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവെ, പ്രത്യേകിച്ച് തിന്മ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, തിന്മ നോക്കി നിൽക്കുന്ന ജീവിതങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങൾ എല്ലാ തിന്മയുടെ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ, എല്ലാ തിന്മയുടെ ബന്ധനങ്ങളും മാറിപ്പോകട്ടെ. ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ചുറ്റും ദൈവരാജ്യത്തിൻ്റെ സംരക്ഷണം, ദൈവകൃപയുടെ സംരക്ഷണം, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും, വിദേശങ്ങളിലായിരിക്കുന്ന, ദൂരങ്ങളിലായിരിക്കുന്ന, പഠിക്കാൻ പോയിരിക്കുന്ന നമ്മുടെ മക്കളെ, പഠനസ്ഥലങ്ങളിലായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ, കൂട്ടുകാരോടൊപ്പം ആയിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ, ജോലി സ്ഥലങ്ങളിലായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈശോയുടെ കരങ്ങളിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ സംരക്ഷണം അവരുടെ ഓരോരുത്തരുടെയും മേൽ കൃപയായിട്ട് വരട്ടെ. വിശുദ്ധ യൗസേപ്പ് പിതാവ് വഴി ഞങ്ങളുടെ കുടുംബത്തെ യേശുവെ നിന്റെ സംരക്ഷണത്തിന് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ യൗസേപ്പ് പിതാവിന് സമർപ്പിച്ച് തുടർന്ന് വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും
കരുണയും നിറഞ്ഞു നിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിൻ്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേപ്പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.